ഹിന്ദുക്കളുടെ തന്തയുടെ വകയല്ല അത്രേ കണ്ണൻ എന്നുള്ള രീതിയിൽ ജസ്ന സലീമിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് കുറേ യൂട്യൂബ് ചാനൽസൊക്കെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വീഡിയോസ് ഞാൻ പല ചാനലിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ജസ്ന സലീമിനെ. ഞാൻ കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ജസ്ന സലീം. ഞാൻ നേരത്തെ ജസ്നയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ ഞാനത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി എനിക്കൊരു അഭിപ്രായമുണ്ട് ഇതിനകത്ത് കാര്യം പറയുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുസിന് നേരെ, നമ്മുടെ കേരളത്തിലധികം ആൾക്കാർ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. വെസ്റ്റ് ബംഗാളിൽ ഹിന്ദുസിന് നേരെ വലിയ രീതിയിൽ അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. കേരളത്തിലെ പല ആൾക്കാരും ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ സംസാരിക്കുന്നതായിട്ടും കാണുന്നില്ല. അല്ല, ഹിന്ദു എന്നുള്ളതല്ല, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും മതമുള്ള ആളായാലും മതമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലെയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ, നമ്മുടെ കൂടെ ഒരു സഹപൗരൻ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടിട്ടുണ്ട്. കേരളത്തിലെ മീഡിയക്കാരും കേരളത്തിലെ രാഷ്ട്രീയക്കാരും എന്തുകൊണ്ടോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? എന്തിന് ഫലസ്തീന് വേണ്ടി സംസാരിക്കുന്നവർ പോലും, നമ്മുടെ രാജ്യത്തുള്ള ഒരു സ്ഥലമല്ല ഫലസ്തീൻ, അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ജസ്റ്റ് കയറി അതൊന്ന് സപ്പോർട്ട് ചെയ്യാം. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതൊരു ജനകീയ പ്രതിഷേധമായി വരേണ്ടതുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആക്രമണം അവരേറെയായി പോകുമ്പോൾ മാത്രമല്ല നമ്മുടെ സൊസൈറ്റി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ, ഇത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻപത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരും പ്രതികരിക്കാറില്ല, അവർക്ക് വേണ്ടി സംസാരിക്കാറില്ല. നേരെ തിരിച്ചാണെങ്കിൽ ഭയങ്കര പ്രതികരണമാണ്. അത് ശരിയല്ല. അതിൻ്റെ പേര് മതേതരത്വമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ജസ്നയുടെ വീഡിയോസിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കമൻറ്റും ഇടുന്നുണ്ട്. പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് വരും. ജസ്ന സലീമിനെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, ജസ്ന സലീമുമായി ബന്ധപ്പെട്ട് ഞാനൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജസ്ന സലീം ഫേമസ് ആവുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി പെടുന്ന ഒരു പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു. അത് വലിയ വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നേരത്ത് അവർ ഏകദൈവ വിശ്വാസികളാണ്, അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ഒരാൾ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ വരുന്നു ഗുരുവായൂർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഇവിടെ നമ്മൾ പല അമ്പലങ്ങളും പള്ളിയിലൊക്കെ പോകും. നമുക്ക് ആർക്കും ഒരു അതിർവരമ്പൊന്നുമില്ല, നമുക്ക് എവിടെയും പോകാം. പക്ഷെ അങ്ങനെയല്ല പല മതങ്ങളും. അതുകൊണ്ട് തന്നെ അത് ഞാൻ കണ്ടപ്പം എന്നൊക്കെ എനിക്കും തോന്നി. അപ്പോൾ അവർ കൃഷ്ണൻ്റെ പടമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടമൊക്കെ വരച്ചിട്ട് അവരൊരു ബിസിനസ് ചെയ്യും. നല്ല കാര്യം. കൃഷ്ണൻ്റെ പടം വരച്ചിട്ട് ഒരാൾ ജീവിക്കുന്നെങ്കിൽ നല്ലതല്ലേ? അവർക്ക് അരി മേടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ശ്രദ്ധിച്ചു, ശരി, നല്ല കാര്യം, അവരെങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെ ആ അമ്പലത്തിൽ അവർ വരുന്ന കണ്ടു. ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ഒരാളൊന്നുമില്ല. വിശ്വാസിയുടെ ഒരാൾ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറണം എന്നൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ ബാക്കിയുള്ളവർക്ക് എതിരഭിപ്രായമൊക്കെ കാണും. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഒരു ഫ്രണ്ടിൽ നിന്ന് തൊഴുന്നു. അവിടെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളൊക്കെ, അമ്മമാരൊക്കെ, ഇവരുടെ ഒരു തട്ടവിട്ട പെൺകുട്ടി ഒരു കൃഷ്ണൻ്റെ പടമൊക്കെ വരയ്ക്കാൻ നേരത്തെ വാവ് എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുന്നു. വലിയ ബിസിനസ്സൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൾക്കാരത് മേടിക്കുന്നുണ്ടായിരുന്നു. നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ജസ്ന കുറച്ചധികം ഒരു കലാപരിപാടി ചെയ്ത് അമ്പലത്തിന് മുമ്പ് വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു. അവിടെ നിന്നാണ് ജസ്നയ്ക്ക് പണി കിട്ടാൻ തുടങ്ങിയെന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പള്ളിയാണെന്നുണ്ടെങ്കിലും, ക്രിസ്ത്യൻ പള്ളിയാണെന്നുണ്ടെങ്കിലും, മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിലും, ഹിന്ദു ക്ഷേത്രമൊക്കെ ആണെന്നുണ്ടെങ്കിലും, അതായത് വിശ്വാസിയുടെ കോർണറാണ്. അവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഭയങ്കര പ്യുവറായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരാൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, ഞാൻ ഇപ്പോൾ ഒരു ആലപ്പുഴ ജില്ലപ്പെടുന്ന ഒരാളാണ്. ഇവിടെ നിന്ന് ഒരാൾ ഗുരുവായൂർ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു തയ്യാറെടുപ്പാണ്. ഒരു അമ്പലത്തിൽ എൻ്റെ അമ്മയൊക്കെ പോകാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ പോയിട്ടുണ്ട്. എപ്പോഴും പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ, ദൂരമായതുകൊണ്ട്. അങ്ങനെയൊക്കെ പോകാൻ നേരത്ത് അവർ വെജിറ്റേറിയൻ കഴിക്കുന്നു, അവിടെ പോകുന്നു, തലേന്ന് പോയി അവിടെ സ്റ്റേ ചെയ്യുന്നു, രാവിലെ എണ്ണിട്ട് കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, ക്യൂ നിൽക്കുന്നു, അവിടെ ദർശനം കിട്ടുന്നതിനൊരു സമയം എടുക്കും, അതിനുശേഷം പ്രസാദം കിട്ടാൻ ഒരു സമയം എടുക്കും, അവിടെ നിന്ന് ബാക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പ്രസാദവും കാര്യങ്ങളും ഒക്കെ മേടിച്ച് തിരിച്ചിറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അതുപോലുള്ള ഒരു ടാസ്ക്കാണ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഒരു വിശ്വാസി പോകുന്നത്. അതുപോലെ അവർ ഭയങ്കര പ്യുവറായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അപമാനിക്കുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതിൽ കൂടുതൽ അർത്ഥമൊന്നുമില്ല. അവിടെ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സ്പേസ് ആണോ അത്? അല്ല, അങ്ങനെ സ്പേസ് അല്ലല്ലോ. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ പള്ളിക്കുള്ളിൽ കയറി ഇതുപോലെയൊക്കെ ചെയ്യുമോ? ഇല്ല, ചെയ്യത്തില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ
മോശമായ രീതിയിൽ കാര്യങ്ങൾ ആഘോഷ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു പള്ളി പ്യുവറായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ചെയ്യുക ഇല്ല. നമ്മളെല്ലാവരും ഓരോ സ്ഥലത്ത് പോകാറുണ്ട്. നമ്മൾ മറ്റൊരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നേരത്ത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നമ്മളവിടെ പോയി ഡാൻസ് കളിക്കാറില്ല, നമ്മളതെല്ലാം നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പോകാറില്ല. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ പെർമിഷൻ കിട്ടാറുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ, ചില സ്ഥലങ്ങളിൽ പെർമിഷനും കിട്ടാറില്ല. അങ്ങനെയുള്ളടത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് നിൽക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ പറയുക, ഈ ജസ്ന സലീമൊക്കെ അന്ന് കേക്ക് മുറിച്ചതിന് ശേഷം അമ്പലത്തിലും, അതിനു മുമ്പ് അങ്ങനെ പെർമിഷൻ്റെ കാര്യമില്ലായിരുന്നു, റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഈ കേക്ക് മുറിച്ച കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ദേവസ്വത്തിന് കീഴിലാണ് ഗുരുവായൂർ. അതുകൊണ്ട് തന്നെ കോടതി ഇടപെട്ടിട്ടുണ്ട്. കോടതി പറഞ്ഞു ഇനി ആരും ഇതുപോലെ ഒന്ന് വീഡിയോ എടുക്കേണ്ട, ചിത്രീകരിക്കേണ്ട, കല്യാണത്തിനല്ലാതെ വേറൊരു ചിത്രീകരണം പാടില്ല. റീൽസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കൃഷ്ണനായിട്ടുള്ള ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വന്നിട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള കലാപരിപാടിയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് വീണ്ടും ജസ്ന അവിടെ പോയിട്ട് ഇതേ കലാപരിപാടി അവർ നടക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വന്നപ്പോഴത്തേന് അവിടുത്തെ ദേവസ്വം കംപ്ലയിൻറ്റ് കൊടുത്തു. ദേവസ്വം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് ആഹ്വാനത്തിന് വരെ അവിടെ കേസ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയി. അതിനുശേഷം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാരും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാരും അന്ന് ഇവരെ എതിർത്തവരും അന്ന് സപ്പോർട്ട് ചെയ്തവരും എല്ലാവരും കൂടി ഇവർക്ക് എതിരായി എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും ഇവരെ എതിരായി. പിന്നെ ഇവരുടെ ഓരോ വീഡിയോ വരാൻ തുടങ്ങി, ഇതിന് മറുപടി കൊടുക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം മിണ്ടാതിരിക്കുക, ഇതിനകത്ത് അനാവശ്യ വിവാദത്തിലേക്ക് പോകാതിരിക്കുക. എന്തിനു വേണ്ടി എങ്ങനെ വിവാദത്തിലേക്ക് പോകുക? നിങ്ങളിപ്പോഴും നിങ്ങൾ കൃഷ്ണൻ്റെ പടം വരച്ചിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില്ല, അതിനകത്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ആരെങ്കിലും കണ്ടിട്ട് മേടിക്കട്ടെ, നല്ല കാര്യമല്ലേ? കൃഷ്ണൻ്റെ ഒരു പടം വരച്ചിട്ട് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അങ്ങനെ ചെയ്യുക. അതല്ലാതെ ഈ ഗുരുവായൂർ പോയിട്ട് നിങ്ങൾ മറ്റൊരു തരത്തിൽ ഒരു വിഷയം ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് മഹാബോറായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ ഇവരുടെ ഒരു പ്യുവറായിട്ട് തോന്നുമെങ്കിലും ഇപ്പോൾ മഹാബോറായിട്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കാൻ നേരത്തെ ഇവർ ഈ പുറത്ത് ഒരു കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ട് അവിടെ ഒരു വിഷുവിൻ്റെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ആർക്കും എടുക്കാവുന്ന കാര്യമുള്ളൂ, അതിൻ്റെ ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല. ഗുരുവായൂർ പോലൊരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ അനുവാദമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അനുവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അനുവാദമില്ലാതെ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ മാക്സിമം ഈ വിഷയത്തെ ചുമ്മാ അങ്ങ് പൊട്ടിക്കാതിരിക്കുക, കത്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുള്ളൂ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജസ്ന സലീമിൻ്റെ ഉദ്ദേശം പ്യുവറാണോ, അതോ കുറച്ചെങ്കിലും ബിസിനസ്സാണോ, അതോ കൈവിട്ട കളിയാണോ? നിങ്ങൾക്ക് ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എന്നും അല്ല, അത്യാവശ്യം ബോറാണ് ഇപ്പോൾ ജസ്ന കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നോ എന്നും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്ന ഫോളോ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ജസ്ന സലീം ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഓവർ പരിപാടിയാണ്. എല്ലായിടത്തും എല്ലാ മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുക, അനാവശ്യ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം ഗുരുവായൂർ പോലുള്ള അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ഭയങ്കര വികാരമുള്ളൊരു ക്ഷേത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊക്കെ അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡ്രീമാണ്. ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന സ്ത്രീകളും അല്ലാത്ത ആൾക്കാരും ഒക്കെ അവിടെ വരിക, അവിടെ തൊഴുക എന്നൊക്കെ. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ആൾക്കാർക്കിടയിൽ ഒരു എതിരഭിപ്രായമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, റെസ്പെക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുക. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.